ആയിരം പുൽക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നാലും എൻ്റെ ഉള്ളിൽ ഉണ്ണീശോ പിറന്നില്ലെങ്കിൽ ക്രിസ്മസിന് എന്തർത്ഥമാണുള്ളത്? എൻ്റെയും നിൻ്റെ ഉള്ളിൽ ഉണ്ണീശോ പിറക്കണമെങ്കിൽ നമ്മളിൽ ചില മാറ്റം വരുത്തേണ്ടതുണ്ട്. ഞാനൊരു കഥ പറയാം. സുന്ദരമായൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ഡിങ്ഡോങ് എന്നൊരു മുത്തശ്ശനുണ്ടായിരുന്നു. ക്ലോക്കുകൾ ഉണ്ടാക്കി കിട്ടുന്ന കാശിന് വിൽക്കുന്നതായിരുന്നു ആ മുത്തശ്ശൻ്റെ ജോലി. ക്രിസ്മസ് ആകുമ്പോൾ മുത്തശ്ശന് വളരെയധികം വിഷമമാണ്. കാരണം എല്ലാവരും ഉണ്ണീശോയ്ക്ക് സമ്മാനം കൊടുക്കും, നമ്മുടെ ഡിങ്ഡോങ് മുത്തശ്ശന് കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിങ്ഡോങ് മുത്തശ്ശന് ഒരാശയം തോന്നിയത്. അദ്ദേഹം ഒരു ചന്ദനമരം കൊണ്ട് 2 കുറുക്കന്മാരെയും ഒരു കോഴിയെയും ഉണ്ടാക്കി. അത് ഘടികാരത്തോട് ഘടിപ്പിച്ചു. കുറുക്കന്മാർ കോഴിയെ വിഴുങ്ങാൻ ചെല്ലും. അപ്പോൾ കോഴി കൂവും. 1 മണിക്കൂറാകുമ്പോൾ 1 കൂവൽ, 2 മണിക്കൂറാകുമ്പോൾ 2 കൂവൽ, അങ്ങനെ. ഡിങ്ഡോങ് മുത്തശ്ശൻ ഒരു അത്ഭുതമായ ഘടികാരമുണ്ടാക്കിയെന്ന് കേട്ടപ്പോൾ നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ കടയിൽ വട്ടം കൂടി. ഇല്ലില്ല, ഇത് ഞാൻ ഇപ്പോൾ കാണിക്കുകയില്ല. ക്രിസ്മസിനന്ന് ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ നിങ്ങളിത് കണ്ടാൽ മതി, ഡിങ്ഡോങ് മുത്തശ്ശൻ പറഞ്ഞു. അങ്ങനെ ക്രിസ്മസ് രാത്രി വന്നു. ഡിങ്ഡോങ് മുത്തശ്ശൻ സന്തോഷത്തോടെ പള്ളിയിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. ഒരു കുടിലിന് മുമ്പിൽ ഒരു കുട്ടി നിന്ന് കരയുന്നു. ഡിങ്ഡോങ് മുത്തശ്ശൻ ആ കുട്ടിയുടെ അടുത്ത് നിന്ന് ചോദിച്ചു, കുട്ടി, എന്തിനാണ് നീ കരയുന്നത്? നിന്റെ അച്ഛൻ എവിടെ? ആ കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് ദിവസമായി. ഷൂ പോളിഷിച്ചതാണ് ഞാനും എൻ്റെ അമ്മയും കഴിയുന്നത്. ഡിങ്ഡോങ് മുത്തശ്ശൻ ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് ഒന്നുമില്ലേ? ആ കുട്ടി പറഞ്ഞു, 2-3 ദിവസം പണിയില്ലാത്തതിനാൽ ഞങ്ങൾക്ക് ക്രിസ്മസും ഇല്ല. ഡിങ്ഡോങ് മുത്തശ്ശൻ്റെ മനസ്സിൽ വന്നത് പരിശുദ്ധ അമ്മയെയും ഉണ്ണിയേശുവിനെയുമാണ്. ഡിങ്ഡോങ് മുത്തശ്ശൻ ആ ബാലനെയും കൂട്ടിക്കൊണ്ട് മലച്ചെരുവിലുള്ള ഒരു ബംഗ്ലാവിലേക്ക് ചെന്നു. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ആ ഒരു സമ്മാനം വിറ്റ് ആ ബാലനും അവൻ്റെ അമ്മയ്ക്കും വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. ബാക്കിയുണ്ടായിരുന്ന ചില്ലറ തുട്ടുകൾ കൊണ്ട് അദ്ദേഹം ഒരു ആപ്പിൾ വാങ്ങി പള്ളിയിലേക്ക് നടന്നു. വഴിമധ്യേ നിന്നവർ അദ്ദേഹത്തെ കളിയാക്കി. ഈ കിഴവനെന്താ ഒരു അന്തസ്സില്ലേ? ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കാമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ക്ലോക്ക് അദ്ദേഹം വിറ്റ് കാശാക്കിയിരിക്കുന്നു. നമ്മുടെ ഡിങ്ഡോങ് മുത്തശ്ശന് വളരെയധികം വിഷമമായെങ്കിലും അദ്ദേഹം പള്ളിയിൽ കയറിയപ്പോൾ ആ ആപ്പിൾ തിരുസ്വരൂപത്തിന് മുമ്പിൽ സമർപ്പിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഉണ്ണീശോ 2 കൈകൾ നീട്ടി ആ ആപ്പിൾ സ്വീകരിച്ചു. കണ്ടു നിന്നവരെല്ലാം മുട്ടുകൾ മടക്കി. കഥയിലെ ഡിങ്ഡോങ് മുത്തശ്ശൻ ഒരു പാവപ്പെട്ട വൃദ്ധനാണ്. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഘടികാരം വിറ്റ് ആ ബാലനും അവൻ്റെ അമ്മയ്ക്കും വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ മനസ്സാണ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. നമ്മൾ ഉണ്ണീശോയ്ക്ക് കൊടുക്കേണ്ടത് നമ്മുടെ നന്മപ്രവൃത്തികളും സ്നേഹവുമാണ്, അല്ലാതെ ദുഷ്പ്രവൃത്തികളും തിന്മയുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേരുന്നു.